കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു പോഷക സമൃദ്ധമായ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങയില തോരൻ. മുരിങ്ങയിലയുടെ ഒപ്പം മുട്ട കൂടി ചേർക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 4 തണ്ട്, വലിയ തണ്ട് മുരിങ്ങയില നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് തോരന് അരപ്പ് കൂട്ടാനുള്ള സാധനങ്ങളാണ്. ഇത് നമ്മൾ കൈ കൊണ്ട് തിരുമിയാണ് എടുക്കുന്നത്, ചതയ്ക്കത്തില്ല. മിക്സിയോ അരകല്ലോ ഒന്നും ഉപയോഗിക്കത്തില്ല. അതുകൊണ്ടാണ് എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു മുറി തേങ്ങ, ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 15 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത്, 5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇത് നമ്മുടെ താളിപ്പിനുള്ള സാധനങ്ങളുമാണ്. പിന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 3 മുട്ടയും ചേർക്കുന്നതിന് മുമ്പ് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പം നമുക്ക് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു അടിക്കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഒരു 1/4 സ്പൂണ് കടുകിട്ടു. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഉള്ളിയും മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ താളിപ്പൊക്കെ കറക്റ്റായിട്ട് ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ കൈ കൊണ്ട് നന്നായി തിരുമി എടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ഉള്ളിയൊക്കെ നന്നായി തിരുമി യോജിപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമുക്കൊന്ന് ഒതുക്കി ഒരു 1 മിനിറ്റ് ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുക്കാം. അടപ്പൊന്ന് മാറ്റി കൊടുക്കാം. നന്നായി ആവിയൊക്കെ കയറിയ തേങ്ങയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയും ചെയ്യാനുള്ളത്, നടുവിലേക്ക് ഒരല്പം സ്ഥലം കണ്ടെത്തിയിട്ട് നമ്മുടെ മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ തേങ്ങയൊക്കെ ഒന്നെടുത്ത് മുരിങ്ങയിലയുടെ മുകളിലേക്ക് ഒന്നാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തല്ലിപ്പൊത്തി നമുക്ക് വെക്കാം. ഈ ഒരു ആവി കൊണ്ട് മുരിങ്ങയില വെന്ത് വരും. അത് കഴിഞ്ഞാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 3 മിനിറ്റ് നേരം ഇങ്ങനെ ആവിക്കകത്ത് ഇത് വെക്കണം. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാമേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വെക്കണം കേട്ടോ. ഇത്തിരി കൂട്ടി വെക്കരുത്, തീരെ കുറച്ചും വെക്കരുത്. അപ്പോൾ ഒന്നുകൂടി നമുക്കിത് ഒതുക്കി കൊടുക്കാം. നമുക്ക് ഇനിയും തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങയിലൊക്കെ വെന്തു, അരപ്പൊക്കെ അതുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനിയാണ് അടുത്ത കഥാനായികയെ ചേർത്ത് കൊടുക്കാം. 3 മുട്ട നന്നായി അടിച്ചെടുത്താണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മുട്ടയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിതാ തുറന്നു. മുട്ടയുടെ അടിവശമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാ നമ്മുടെ മുട്ടയും മുരിങ്ങയിലയും തോരൻ
റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം. മുരിങ്ങയില തന്നെ അവർ കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ മുട്ടയുടെ ഒക്കെ ചേർത്ത് തോരൻ വെക്കുമ്പോൾ ഈ പോഷകങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് കിട്ടും. എല്ലാവരും സമയം പോലെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബായ്.